ജയകൃഷ്ണൻ. ഏത് ജയകൃഷ്ണൻ? ബോഡി ഗാർഡ് ജയകൃഷ്ണൻ. നീ ആരാണെന്നല്ല ഫോണില്. അതല്ല ഞാൻ ചോദിച്ചോണ്ടിരിക്കണ ആരാന്ന് അത് പറയണ്ടേ? എന്നാ പിന്നെ നമ്പറിലേക്ക് വിളിച്ച് ചോദിച്ചൂടെ ആരാന്ന്. അതിന് നമ്പർ വരണ്ടേ? അപ്പൊ നമ്പർ വരണില്ല. ഇല്ല. എന്നാ കിടന്ന് ഉറങ്ങ്. നമ്പർ വരുമ്പോ എഴുന്നേറ്റ് ചോദിക്കാം. ഇന്ന് ഞാൻ ചിലപ്പോ നിന്റെ ശബ്ദം കേട്ടത് കൊണ്ടായിരിക്കും. ഇനി ഞാൻ എടുത്തു നോക്കാം. ഹലോ. ഹലോ. ഒരു പെണ്ണാ. പെണ്ണാ? ഏത് പെണ്ണ്? എന്റെ നമ്പറിൽ എന്തിനാ വിളിക്കണേ? ഹലോ, ആരെയാ വേണ്ടേ? ഇത് ജയകൃഷ്ണന്റെ ഫോണല്ലേ? ആത്തെ വിളിക്കണത് ആരാ? കാമുകിയ. കാമുകിയ കാമുകിയ കാമുകിയ? നിന്റെ കാമുകി എന്തിനാ എന്നെ വിളിച്ചോണ്ടിരിക്കണേ? എന്റെ ഒന്നുമല്ല, നിന്റെ കാമുകി എന്നാ പറഞ്ഞത്. എന്റെ കാമുകി ആരാണ് നീ? വേഷം കെട്ട് എടുത്താണ്ടല്ലോ നിന്റെ പോലെ പല്ലടിച്ചെന്താണ് ഇടും. വെക്കടി ഫോൺ. ഇനോഗ്രേഷൻ ഇത് ധാരാളം സംഭവം ഏറ്റിട്ടുണ്ട്. ബാക്കി നാളെ. സേതു, അമ്മു, വാലുവർക്ക് എഴുന്നേക്ക് രണ്ടാളും. മണി 4 കമോൺ കമോൺ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വേഗം രണ്ടുപേരും മോൻ കഴി താഴേക്കുക. കമോൺ, ഗെറ്റ് റെഡി ഗെറ്റ് റെഡി. അമ്മു കമോൺ കമോൺ, ഗെറ്റ് റെഡി ഗെറ്റ് റെഡി. എന്തൊരു ശല്യം ഇത്. ഗെറ്റ് റെഡി കമോൺ. ഗെറ്റ് റെഡി. പെട്ടെന്നാവട്ടെ. എഴുന്നേറ്റ് കേട്ടോ, ഇല്ലെങ്കിൽ ആശാൻ ഇനി ഇങ്ങോട്ട് വരും. Like any other dramas of Shakespeare, King Lear's opening scene also has got its own importance. Let's see how Shakespeare opens the door. King Lear is a tragical drama of the author. As the opening scene discusses about the partition of the kingdom, about the Partition of the kingdom. Take the notes. The whole play takes off from a funny love test. The question is, the whole play takes off from a funny love test. The question. The whole play takes off from a funny love test. The question is. അറ്റൻഡ് ചെയ്യേ. കട്ട് ചെയ്യുന്നുണ്ടല്ലേ പിന്നെ വിളിക്കണേ. ഏയ്, അങ്ങനെ അറ്റൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു റോങ് നമ്പറാ. Take the notes. The whole play takes off from a fun. കണ്ടോ? എങ്കിൽ അതൊന്ന് ഓഫ് ചെയ്ത് വെച്ചൂടെ? ഫോൺ ഓഫ് ചെയ്ത് വെക്കാൻ പാടില്ലെന്ന അശോകേട്ടൻ പറഞ്ഞിരിക്കുന്നേ. കട്ടായി. The whole play takes off from. പിന്നെ പറയണേ. The question is regarding the impending division of the kingdom. The impending division of the kingdom. Class dispersed. എനിക്ക് അത്യാവശ്യമായിട്ടൊരു ജോലിയുണ്ട്. പോയിക്കോളൂ, പെട്ടെന്ന് പോയിക്കോളൂ. എടി നിന്റെ അമ്മു. ഹലോ ഹലോ ഹലോ. വച്ചു കളഞ്ഞോടി പീരു. വച്ചത് നിന്റെ ഭാഗ്യം. നിന്നെ കൈകിട്ട് കൊന്ന് കൊലവിളിക്കുന്നു. അമ്മു ഭയങ്കര ക്രൂരതയാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പൊ അയാൾ നമ്മളോട് ചെയ്യുന്ന ക്രൂരതയല്ലേ? ഇനി സുഖമായിട്ടൊന്ന് ഉറങ്ങാം. ഗുഡ് മോർണിംഗ്. വിളിക്കടി വിളിക്കേ. ഈ ബോഡി ഗാർഡ് ജേഷൻ ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം. അമ്മു മതി കിടന്നത്. എന്നിട്ട് വേഗം റെഡിയായേ. നീ എന്താ ഇത്ര നേരത്തെ? നേരത്തെയോ? സമയം എന്തായിന്നാ? താഴെ സഫാരിയൊക്കെ ഇട്ട് ഒരാള് റെഡിയായി നിക്കണ്ടേ. ഈ ജെമിനി ഗണേശന്റെ സഫാരി ഞാൻ ഇന്നത്തെ കൊണ്ട് അവസാനിപ്പിക്കും. പാർവതി പാർവതി നമ്പ്യാർ. ഒരു പാർവതി നമ്പ്യാർ വിളിക്കുന്നു. നീയോ? ആരാ ഈ പാർവതി നമ്പ്യാർ? പാർവതി നമ്പ്യാരല്ല, പ്രൈവറ്റ് നമ്പർ എന്നാ. ഓ, അതിന് മിസ് സ്പെല്ലിംഗ് തന്നെയാണ്. ഇതവളാ ആ യക്ഷി. നിന്നെ ഞാൻ നോക്കിയിരിക്കായിരുന്നടി. നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഓൺ ചെയ്ത് സംസാരിക്കും.
യു ബ്ലഡി ഹെൽ. യെസ്. ആരടി നീ? ഓ, ഫോൺ കൂടി ഫോണിലാണ്. സംസാരിക്കാട്ട് മേരി നേരിട്ട് വാടി. മേരി. നിന്റെ സൂക്കേട് ഞാൻ മാറ്റി തരാം. എന്റെ സുഖട് ജയകൃഷ്ണനാ. ഇപ്പൊ കോളേജിലെ എല്ലാ പെൺകുട്ടികൾക്കും ജയകൃഷ്ണനല്ലേ ഹീറോ. ഹീറോയോ? ആരുടെ ഹീറോ? എവിടത്തെ ഹീറോ? അതിനൊന്നും ആരും ഇവിടെ വേഷം കെട്ടി നടക്കുന്നില്ല കേട്ടോടി. ആ സഫാരി സൂട്ടും ആ കറുത്ത സൺഗ്ലാസും എന്തൊരു ഗെറ്റപ്പാ. എത്ര നന്നായിട്ടാ അത് ഇണങ്ങുന്നേ. എനിക്കിഷ്ടം ഇതാ. നിർത്തടി. നിനക്കിഷ്ടാൻ വേണ്ടിട്ടൊന്നുമല്ല ഞാനിത് കിട്ടോണ്ട് നടക്കണത്. നിന്നെ പോലെ ഏതെങ്കിലും ഒരു അലവലാതി പെണ്ണ് ഫോണിൽ വിളിച്ച് ഇഷ്ടമാണെന്ന് പറയുമ്പോഴേക്കും ഇളകി പോകുന്ന ഒരു കൊച്ചാനൊന്നല്ല ഞാൻ. മേലാൽ എന്റെ ഫോണിൽ വിളിച്ചേക്കരുത്. വിളിച്ചാൽ നിന്റെ അന്ത്യമായിരിക്കും. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിന്റെ അന്ത്യമായിരിക്കും. എന്റെ വെട്ടുണ്ടോ? ഇനിയും അയാൾ സഫാരി ഇട്ടോണ്ട് വന്നാൽ ഈ കോളിനെ റെസ്പെക്ട് ചെയ്യുന്നു നർത്ഥം. അല്ല ഉപേക്ഷിച്ചാൽ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി നർത്ഥം. നീലാംബരേട്ടാ, എന്താ? കണ്ടോ ഇല്ല. ബോഡിഗാർഡ് യൂണിഫോം മാറ്റി. നിന്നോട് ആരാടി പറഞ്ഞു അത് പോയി ഒളിഞ്ഞു നോക്കാൻ? അയ്യേ അതല്ല. ഇതെന്താ ഈ വേഷത്തില്? ഇന്നു മുതൽ ഇങ്ങനെയാ. ആർക്കും ഒരു ചേഞ്ച് ഇഷ്ടമല്ലാത്തത്? എനിക്കിഷ്ടായിട്ടില്ല. നിന്നെ എനിക്ക് തീരെ ഇഷ്ടായിട്ടില്ല. കമോൺ മൂ 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 മൂ. ഇതുവരെ ഒരു പെൺകുട്ടിയെ നോക്കാതിരുന്ന ആളാ ഇപ്പതേ മുഖത്തുനിന്ന് കണ്ണെടുക്കണില്ല. ഹായ് മാഗി. ഹായ്. മോർണിംഗ്. തന്നെ ഞാൻ വിഷ് ചെയ്തോ? ഇല്ല. പിന്നെന്തിനാ ഇങ്ങോട്ടൊരു ഗുഡ് മോർണിംഗ്? വേണ്ട. ബോഡിഗാർഡിന്റെ ഡ്രസ് നോക്ക്. നല്ല സ്റ്റൈലാണല്ലോ. എന്താണ് വിശേഷം? നിന്റെ അമ്മാവന്റെ മോളെ പെണ്ണ് കാണാൻ റെഡിയാക്കി നിർത്തി. അല്ല വേഷം മാറിയോണ്ട് ചോദിച്ചതാ. വേഷം മാറി നീ എന്തും ചുകട ചക്കപ്പോത്തെ. നല്ല കാര്യമുണ്ടായിരുന്നു. അമ്മോ ദേ അതിന് വട്ടായിന്നാ തോന്നണേ. അതിന് നിനക്കെന്താ? മിണ്ടാ നടക്കുവണ്ണേ. ഇടിക്കും ഞാൻ. ഹലോ. ഒന്നുകൂടെ പറഞ്ഞേ. ഹലോ. ഒന്നുകൂടി. ഹലോ. വളരെ സോഫ്റ്റ് ആയിട്ട് ശബ്ദം താഴ്ത്തി. ഹലോ. ഹലോ. കുട്ടി പോക്കോളൂ. ഹലോ ഹലോ ഹലോ. പറയടി. എവിടെയാണ് നീ? നിന്നെ ഹലോ എന്ന് പറഞ്ഞേ. ഇയാൾക്കെന്താ വട്ടാണോ? താങ്ക്സ്. ഒന്നുമില്ല, ഇവിടെ ഒരു വട്ടം. ഇപ്പൊ എവിടെയാണ് നീ ഉള്ളത്? ഞാൻ കാണുന്ന ജയകൃഷ്ണന് ജീൻസും ബ്രൗൺ ഷർട്ടും ഇട്ട് ലൈബ്രറിയുടെ മുന്നിൽ ഫോണുമായി നിന്ന് കല്ലി തുള്ളണത്. ഇന്നത്തോടെ നിന്റെ അന്ത്യ. എന്റെ അടുത്ത കളി ധൈര്യം ഉണ്ട്. ഒരു 10 മിനിറ്റ് നീ കട്ട് ചെയ്ത് സംസാരിക്കടി. അതിനുള്ളിൽ ഞാൻ നിന്നെ പിടികൂടിയിരിക്കും. എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടണേ? എന്നെ ഇഷ്ടമാണെന്ന് ഒരു വാക്ക് പറഞ്ഞ പോരെ? ആ നിമിഷം ഞാൻ മുന്നിൽ ഒന്ന് നിക്കില്ലേ? നല്ല സ്റ്റൈലായിട്ട്. അതിന് നിന്റെ മറ്റവൻ വരൂടി. അപ്പൊ 10 മിനിറ്റ് അല്ല 10 വർഷം എടുത്താൽ എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്തിനടി 10 വർഷം 10 സെക്കൻഡ് കൊണ്ട് നിന്നെ നിന്റെ അച്ഛനെ കുടുംബക്കാരെ മുഴുവൻ ഞാൻ കണ്ടുപിടിക്കൂടി. ഈ ഡ്രസ്സിലും ആള് സുന്ദരനാട്ടോ. പക്ഷെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ ചെയ്യുന്നത് ചാത്തന. ഫ്രീ ആയിട്ടിരുന്നതാ ഭംഗി. അതുപോലെ ഷർട്ട് പാതി ഇൻസേർട്ട് ചെയ്യണം. ഇപ്പോഴത്തെ ട്രെൻഡില് എനിക്ക് സൗകര്യമുള്ളടി. നിന്റെ അമ്മൂമ്മയുടെ ട്രെൻഡിന് ഞാൻ മുടി ചാത്തം പോലെ തന്നെ വെക്കും. പിന്നെ ഞാൻ ഷർട്ട് മുഴുവൻ അഴിച്ചിട്ടെടുക്കും. നീ എന്നെ എന്ത് ചെയ്യും? തൂക്കിക്കൊല്ലോ.